ചെറിയ പ്രായത്തിൽ തന്നെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ബാലതാരമാണ് ദേവനന്ദ. ഇപ്പോഴിതാ ദേവനന്ദയുടെ കാലുതൊട്ട് വന്ദിക്കുന്ന പ്രായമായ ഒരു വ്യക്തിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ഏതോ പരിപാടി കഴിഞ്ഞ് ദേവനന്ദ വരുന്നതും തൊട്ട് പിന്നാലെ മുമ്പിൽ നിന്ന ആൾ കാല് തൊട്ട് വന്ദിക്കുന്നതുമാണ് വീഡിയോയിലുള്ളത്. ഈ വീഡിയോ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. മാളികപ്പുറം എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ബാലതാരമാണ് ദേവനന്ദ. സിനിമാ താരമായിട്ടല്ല, മാളികപ്പുറമായി ആ കുട്ടിയെ കണ്ട് വന്ദിച്ചതാണെന്നും സിനിമ, അഭിനയം, ജീവിതം അതിൽ ഏതാ എന്താ എന്ന് തിരിച്ചറിയാത്ത ആളുകളെ കാണുമ്പോൾ തന്നെ കഷ്ടം തോന്നുന്നു. സാക്ഷര കേരളം എന്ന് നാം സ്വയം അഹങ്കരിക്കുകയും അതിലുപരി അഭിമാനിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇതൊക്കെ കാണുമ്പോൾ കേരളം നാണിച്ച് തല താഴ്ത്തും എന്നുള്ള കമൻറ്റുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തൊട്ടപ്പൻ എന്ന ചിത്രത്തിലൂടെയാണ് ദേവനന്ദ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത്. മൈ സാന്റ, മിന്നൽ മുരളി, ആറാട്ട്, 2018 അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ ദേവനന്ദ അഭിനയിച്ചു കഴിഞ്ഞു. എന്നാൽ സ്കൂൾ കലോത്സവത്തിൽ അതിഥിയായി പങ്കെടുക്കാൻ ദേവനന്ദ എത്തിയപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും അപ്രതീക്ഷിതമായി ഒരാൾ വരുന്നതും കാൽ തൊട്ട് വന്ദിക്കുന്നതും. മാളികപ്പുറം എന്ന സിനിമയിലെ കല്ലു എന്ന കല്യാണിയായി തിളങ്ങിയ ദേവനന്ദയ്ക്കും ആരാധകർ ഏറെയാണ്. സിനിമാ താരമായതുകൊണ്ടല്ല, ആ കുട്ടിയെ മാളികപ്പുറമായി സങ്കല്പിച്ചാണ് കാൽ തൊട്ട് വന്ദിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. സിനിമയും ജീവിതവും തിരിച്ചറിയാനാകാത്ത മനുഷ്യരാണ് ഇപ്പോൾ സാക്ഷര കേരളത്തിൽ ഉള്ളത്. അതിൽ വിഷമമുണ്ട്. അയ്യേ ഇതെന്ത് മണ്ടത്തരം തുടങ്ങി വിമർശന കമൻറ്റുകൾ വീഡിയോയ്ക്ക് കീഴെ വരുന്നുണ്ട്. ഓരോരുത്തരുടെ വിശ്വാസത്തിൽ എന്തിനാണ് സമൂഹം ഇടപെടുന്നത്? അയാൾ ചെയ്തത് ഉപദ്രവമല്ലല്ലോ, നല്ല കാര്യമല്ലേ തുടങ്ങി അനുകൂലിച്ചുള്ള കമൻറ്റുകളും ലൈക്കുകളും നേടുന്നുമുണ്ട്.